ഇന്ത്യയിലെ ഭരണകക്ഷിയായ ബി.ജെ.പി. രാജ്യത്തിന്റെ ഭൂരിഭാഗത്തും ആധിപത്യം പുലർത്തുന്നു. എന്നാൽ ഭൂപടത്തിന്റെ ഒരു ഭാഗമുണ്ട്, അവിടെ ആ ആധിപത്യം പെട്ടെന്ന് നിലയ്ക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം നോക്കൂ. 2024 മാത്രമല്ല, 2019, 2014 എന്നിവയിലേക്കും പോകൂ. വടക്കൻ സമതലങ്ങളിലും പടിഞ്ഞാറൻ മരുഭൂമികളിലും ഒരു വൻ ഓറഞ്ച് തരംഗം വ്യാപിക്കുന്നു. എന്നാൽ നിങ്ങൾ തെക്കോട്ട് കടക്കുന്ന നിമിഷം ഭൂപടം പെട്ടെന്ന് പ്രാദേശിക പാർട്ടികളുടെയും പ്രതിപക്ഷ നിറങ്ങളുടെയും ഒരു പസിലായി ചിതറിത്തെറിക്കുന്നു. പല വടക്കൻ സംസ്ഥാനങ്ങളിലും ഭരണകക്ഷി പതിവായി വോട്ടിന്റെ 50% വരെ നേടുന്നു. എന്നാൽ തെക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ആ പിന്തുണ നാടകീയമായി കുറയുന്നു. ഏതാണ്ട് ഒരു അദൃശ്യ മതിൽ രാജ്യത്തെ നേരെ രണ്ടായി മുറിക്കുന്നതുപോലെ തോന്നുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിഗൂഢതകളിൽ ഒന്നിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്. ഈ വിഭജനം പലപ്പോഴും പ്രധാനമന്ത്രിയുടെ ഈ മേഖലകളിലെ സന്ദർശനങ്ങളിൽ പ്രതിഫലിക്കുന്നു. പ്രധാനമന്ത്രി വടക്കൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അതൊരു വൻ ഉത്സവം പോലെ തോന്നും. മുഴുവൻ നഗരവും അടച്ചിടും. തെരുവുകൾ പിന്തുണയ്ക്കാരാൽ നിറഞ്ഞു കവിയും. ആളുകൾ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് സെൽഫിക്കായി മുന്നോട്ട് കുതിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ വിമാനം തെക്ക് സ്പർശിക്കുന്ന നിമിഷം അന്തരീക്ഷം പൂർണ്ണമായും മറിയുന്നു. ഗോ ബാക്ക്.